Hey guys, welcome to day 1 of Malaysia. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എണീച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയി ബിക്കോസ് ഓൾറെഡി നമ്മൾ ടയേർഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഗ്രാബ് വിളിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകാം. ഇന്ന് നമ്മൾ അവനെ വിളിക്കുന്നില്ല, അതായത് ആ ഫ്രണ്ടിനെ വിളിക്കുന്നില്ല, ഞങ്ങൾ തന്നെ എല്ലാ സ്ഥലവും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് വെച്ചപ്പോൾ ഇന്നലെ വന്ന ദാവത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായില്ല, കേരള ഫുഡും ആയിരുന്നല്ലോ. അങ്ങനെ ദാവത്തിൽ വന്നിട്ട് നമ്മൾ ബിരിയാണി എന്തോ കഴിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ വേഗം പിന്നെ ഇവിടേക്കൊന്ന് ആദ്യം ആ ദാവത്തുള്ള ആ ഏരിയ ഫുള്ളൊന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഇന്നലെ അവൻ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി ഇവരുടെ ഒരു ഫേമസ് ഫുഡ് ഉണ്ട് ദൂരിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അത് നമ്മുടെ ചക്ക പോലെ ഇരിക്കും, പക്ഷെ അത് കഴിക്കാനാണെങ്കിൽ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതിന് ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര വൃത്തിയിട്ട സ്മെല്ല്. അതുകൊണ്ട് അത് ആരും അങ്ങനെ ട്രൈ ചെയ്യില്ല. ഇവർ മലേഷ്യക്കാരൊക്കെ കഴിക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ട്രൈ ചെയ്തില്ല. പക്ഷെ അതിൻ്റെ ഈ ഷോപ്പ് കണ്ടോ, ഭയങ്കര രസമുണ്ടായി അത് കാണാൻ. അതിൻ്റെ അവരുടെ പാക്കിങ്ങും പിന്നെ ശരിക്കും ഒരു ചക്ക പോലെ തന്നെയാണ് അത് കാണാൻ, പക്ഷെ ഒരു എന്തോ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണെന്ന് അവർ പറയുന്നത്. ഇതിനായിട്ടുള്ള ഒരു ഷോപ്പാണ് ഇത്. നമുക്ക് കുറേ സ്ഥലത്ത് കാണാൻ പറ്റി അവിടെ. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോ നടക്കുവാണ്, ഇതിലൂടെ ഇങ്ങനെ നടക്കുക എവിടെയൊക്കെ കാണാനായിട്ട്. നമ്മൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഫാണ് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ ബസ് പിടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഈ കാണുന്നതാണ് സ്നേക്ക് ഫ്രൂട്ട്. വേറെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രൂട്ട് വെച്ചിട്ട് അവർ നമുക്ക് അപ്പൊ തന്നെ ജ്യൂസ് അടിച്ചു തരും. അവിടെ 5 എന്നാ കാണുന്ന എമൗണ്ട്. 5 എന്ന് പറയുമ്പോ എത്രയാവും? പൈസ കുറവാ. 5 ആറം എന്ന് പറയുമ്പോ എത്ര രൂപയാവും? 100 രൂപ കേട്ടോ, നാട്ടില് 100 രൂപ. ഇതെവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ചേട്ടായി പറയുന്നു കുട്ടി വലുതാവുമ്പോ എന്റെ പോലെ യൂട്യൂബർ ഒന്നും ആയേക്കില്ലേ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു, ബിക്കോസ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് പ്ലാൻ ചെയ്തു. ഇവിടേക്ക് രാത്രി വരാം, അപ്പോഴാണ് ഒന്നും കൂടി ഭംഗി എന്ന് പറഞ്ഞു. ആൻഡ് മോണോറെയിൽ കിട്ടും ഇവിടെ നിന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഈ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായി. റോഡൊക്കെ ഭയങ്കര നീറ്റായിരുന്നു. അതിൽ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഈ മോൺ ചൈനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബീഫ് റോട്ടി ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ ഇവർ പറയും ചെയ്തു നമുക്ക് എന്തായാലും ട്രൈ ചെയ്യണമെന്ന്. ഞാൻ പിന്നെ അത് കഴിക്കില്ല, അപ്പോൾ അവിടെ ചിക്കൻ റോട്ടി ഉണ്ട്, അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ പിന്നെ മോണോറെയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. ബുക്കിറ്റ് ബിന്ദാങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ആ പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മ, കാരണം എന്താ വെച്ചാൽ കുട്ടീൻ്റെ അടുത്ത് ആ പേര് പറയുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ ആ സ്ഥലപ്പേര് ഞങ്ങൾക്ക് ഭയങ്കര ഓർമ്മയാണ്. ആൻഡ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് മോണോറെയിൽ കയറുന്നത്. അതിനുള്ള കുറേ ടിക്കറ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു. പിന്നെ അവിടെ തന്നെ ഇതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ എവിടേക്ക് പോയാൽ എന്തൊക്കെ കാണാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. മെട്രോയിൽ പോവാണ് ഗൈസ്. നമ്മളിപ്പോ ഇത് അവിടെ നിന്ന് ഒരു കോയിൻ കിട്ടും, അത് നമ്മൾ ഇതിലിടണം, അപ്പോഴേ അത് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. നെക്സ്റ്റ് വൺ. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പുറത്തെ സൈഡിൽ കൂടെ വേറൊരു മോണോ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതേസമയം തന്നെ നമ്മുടെ ഇതും വന്നു. എനിക്ക് നല്ല പേടി ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പോകാൻ. ഞാൻ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര വീക്കും പേടിത്തൊണ്ടിയാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് ഇതിൽ കയറാനും നല്ല പേടി ഉണ്ടായി. പിന്നെ ഇതിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു വളവ് വളച്ചു, അപ്പൊ എനിക്ക് നല്ല പേടിയായി. പിന്നെ ഇവർക്ക് എന്തായാലും സീറ്റ് കിട്ടില്ല, കുട്ടികളുണ്ട്. ഞങ്ങൾക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കിട്ടി. നല്ല രസമുണ്ടായി ഇങ്ങനെ അതിൽ പോകുമ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് നടന്നിട്ട് നമ്മൾ പിന്നെ ഗ്രാബ് വിളിച്ചിട്ടാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് പോയത്. ഇവിടുത്തെ ഫേമസ് അക്വേറിയമാണ്. ആൻഡ് ഈ അക്വേറിയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയുണ്ടായില്ല അക്വേറിയം എത്രാമത്തെ. അവിടെ നിന്ന് നോക്കിയപ്പോൾ നമുക്കിത് ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടാണ് തോന്നിയത്, പക്ഷെ അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിന്റെ ടോപ്പ് ഫ്ലോറിലെത്തിയിട്ട് വേറൊരു വേൾഡ് തന്നെയാണ് എത്തിയത്. അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സമയമായിട്ടുണ്ട്, കാരണം അക്വേറിയത്തിൽ അത്രയും വെറൈറ്റി മീനുകൾ ഉണ്ടായി. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് അതിന്റെ പാർട്ട് ഇടാം, ബിക്കോസ് കുറേ ഇട്ടാൽ എന്തായാലും എനിക്ക് ബോറടിക്കും കാണുമ്പോൾ. അപ്പൊ കുറച്ച് എനിക്ക് അതിശയം തോന്നിയ കുറച്ച് ഫിഷിന്റെ ഒക്കെ ഞാൻ ഇതിലിടാം. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ 80 റുപ്പീസ് ആണ്. നാട്ടിൽ എത്ര രൂപയാണ്? 2000 രൂപ 4 പേർക്കും കൂടെ. ദിസ് ഈസ് ആ ഫസ്റ്റ് സ്റ്റേഷൻ. മീനിന്റെ പേരൊന്നും അറിയില്ല. അതിനുള്ളിൽ എന്തിനാ ഒരു അസ്ഥിക്കൂടെ കൊണ്ടുപോയി വെച്ചാവോ? ഫ്ലാഷ് ഓൺ ആക്കരുതെന്ന് ഇവര് പറഞ്ഞു വീഡിയോ എടുത്താലും. ഗൈസ്, ഇത് മനുഷ്യന്റെ ഇറച്ചി തിന്നത് മീനാ. ചേട്ടായി പറഞ്ഞു പിരാന ഫിഷ് ആണ് കേട്ടോ. എന്തായിരുന്നു സ്റ്റാർ ഫിഷിന്റെ വേറെ കളേഴ്സ്. വാവ അതാ നോക്കാണ് ഇതൊക്കെ കണ്ടിട്ട്, ഈ മീനിനെ കണ്ടിട്ട്.
അയ്യോ ചാടണ്ട. തെരണ്ടി തെരണ്ടി അതെന്താ സാധനം? അതല്ല അതൊന്ന് ഓടുന്ന. എന്റെ ദൈവമേ, ഇത്ര വലിയ ഫിഷോ! സ്രാവിനെ പോലെ ഉണ്ട് ഇത് കാണാൻ. എന്താ മുള്ളം പന്നിയോ? പാത്രമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇതിൽ. എനിക്ക് അങ്ങനെ അതൊക്കെ ഒരു ഡെക്കറേഷൻ ആയിരിക്കും. ഇത് കണ്ടോ പാമ്പ് പോലത്തെ ഇതൊക്കെ തല കുത്തി പോണേ. അതാ വേറെന്നത് അവിടെ. അതൊക്കെ അതവിടെയൊക്കെ മീൻ. അതൊക്കെ എന്താ അട പോലെ നിൽക്കുന്ന മീനാണോ? എന്നിട്ട് ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഫിഷിനൊന്നും കണ്ടില്ല. എന്തൊരു ഭംഗിയാ! ഇതൊന്നും ഈ ക്യാമറയിൽ മനസ്സിലാവുന്നില്ല ഇതിന്റെ ഭംഗി. ഇതൊരു ബ്ലൂ, ഒരു പൊന്മാന്റെ ബ്ലൂ കളറാ ഇത്. ഭയങ്കര രസം. ഇതാ കപ്പല് പോലെ ഉണ്ടോ അതിനെ കണ്ടിട്ട്? എന്റെ അമ്മ ഇത് പ്രഗ്നന്റാ. എങ്ങോട്ടാടാ ഓടുന്നേ? എന്തൊക്കെയാ ഇവിടെ? എനിക്ക് എല്ലാം ലച്ചുവിനെ കാണിക്കണായിരുന്നു. കപ്പലാണോ ഇത്? എനിക്ക് അറപ്പാവുന്നു എനിക്ക് കണ്ടിട്ട്. എന്ത്? Oh my god, oh my god. Look at it. Alligator. ഇതാണ് ഗൈസ് അരവണ ഫിഷ്. അക്ഷറിന്റെ വീട്ടിലുണ്ടത്. ഇത് വലിയതാവും. ഇതിന് നമ്മൾ ഫിഷ് തന്നെ കൊടുക്കണം കഴിക്കാൻ. ഏറ്റവും കോസ്റ്റ്ലി ബ്ലാക്ക് ആണ്. ഇത് കണ്ടോ, ഈ ഇതിന്റെ പേളിന്നൊക്കെ ഉണ്ടാക്കുന്ന മാലയും ജ്വല്ലേഴ്സ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നീണ്ട അക്വേറിയം വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവിടെ കണ്ടൊരു വെറൈറ്റി കോഫി പോലത്തെ ഒരു ഡ്രിങ്ക് കുടിച്ചു. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഭയങ്കര ഷോക്കായത്. ടിൻ ടവർ. ഞങ്ങൾ ഈ അക്വേറിയത്തിലേക്ക് കയറുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ കയറിയത്. ഈ അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളങ്ങനെ മുകളിലെത്തി. ഇവിടെ കണ്ടപ്പോൾ ഒരു ഡിഫറെൻറ്റ് വേൾഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടപ്പോൾ ടിൻ ടവർ, പിന്നെയാണെങ്കിൽ ഫുൾ ആൾക്കാർ നിലത്തിരിക്കുന്നുണ്ട്, കുറേ പേര് ജോഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ ടിൻ ടവറിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നടക്കാണ്ട് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഫുൾ മലേഷ്യ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് വന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലിങ്സ്, എനിക്ക് ഭയങ്കര സന്തോഷം, ഒരു റൊമാൻറ്റിക്, ഭയങ്കര പീസ്ഫുൾ. വേറൊരു രാജ്യത്ത് എത്തിയെന്നും ഇത്ര അടിപൊളി സ്ഥലത്ത് എത്തിയെന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായി. ആൻഡ് ആ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലുമാണ്. ഇതിൻ്റെ അവിടെ തന്നെയുള്ള ഒരു മാളായിരുന്നു സൂര്യ മാള്. ഞങ്ങൾ ആ മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ മാളിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറേ നേരം ഈ സ്ഥലം കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ മാളിലേക്ക് പോയത്. മാളിൽ പോയപ്പോൾ ഫുൾ ബ്രാൻഡഡ് ഷോപ്സാണ്. പക്ഷെ ഹാഫ് പ്രൈസോ കാര്യങ്ങളൊന്നും അല്ലാന്ന് തോന്നണം. ഫുള്ള് ബ്രാൻഡഡ് ഷോപ്സ്. ഞങ്ങൾ കുറേ ഷോപ്പുകളിൽ കയറി മസാജർ നോക്കി, പിന്നെ കുട്ടിക്ക് സ്ട്രോളർ നോക്കി. പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ മാള് ഫുൾ അടിപൊളിയായിരുന്നു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട്, ന്യൂ ഇയറും കൂടി ആയതുകൊണ്ട് മാളിൽ ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. ഏഷ്യയിലെ ചൈൽഡ്ഹുഡ് ഫുഡ്. ഇതാണ് ചൈൽഡ്ഹുഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ ബിസ്ക്കറ്റ് ഒന്നും അല്ല വേറെ നാട്ടിൽ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മുടെ 50-50 അല്ലേ ഇത്? അതേപോലെ ഉണ്ട്. ഇതെന്താ പിങ്ക് കളറിലെ എന്തൊരു സാധനം? അത് നമ്മുടെ പാൻ കേക്ക് പോലത്തെ ഒരു സാധനം. ഇവരുടെ നാട്ടിലൊക്കെ ഇതായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇതിപ്പോ ഇറങ്ങുന്നേ ഉള്ളൂ. കണ്ടോ മാഡം ക്വാൻസ്, ഇവിടുത്തെ ഏതോ ഫേമസ് അമ്മച്ചീൻ്റെ കട.
മാടം മാളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ച് മെയിൻ സ്ട്രീറ്റിലേക്ക് വന്നു. അപ്പം ഞാൻ രാവിലെ കാണിച്ച മോൺ ചൈനീസ് റൊട്ടീൻ്റെ അവിടേക്ക് വന്നു. ഇവരെല്ലാവരും ബീഫ് കഴിച്ചു, ഞാൻ ചിക്കനും കഴിച്ചു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഉള്ളിലൊരു മസാലയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതോടത്ത് ഭയങ്കര ഫേമസ് ആണ്, ഇതിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവർക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വീണ്ടും ഞാൻ മോർണിംഗ് പറഞ്ഞ ആ സ്ട്രീറ്റിലേക്ക് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വന്നതെന്ന് പറഞ്ഞില്ല. അപ്പം നൈറ്റ് വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ, ഭയങ്കര രസമായിരുന്നു. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലണ്ടനിലുള്ള ആൾക്കാരുടെ സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ട്, അതേപോലത്തെ സെറ്റപ്പ് ആയിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ രാവിലെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്ന് വിചാരിച്ചപ്പോൾ സമയം കിട്ടിയില്ല, അതുകൊണ്ട് രാത്രി വാങ്ങിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിയിട്ടുണ്ടായി. അത് ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ അവിടെ കുറേ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രൂട്ടിനനുസരിച്ചുള്ള ജ്യൂസ് കിട്ടുന്നു. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ആ ജ്യൂസ് കുടിച്ചു, ഒരു ടെൻഡർ കോക്കനറ്റും കുടിച്ചു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ അതൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കണ്ടത് എന്താന്ന് പോലും അറിയില്ല, അതെന്താ ഇത് ചിക്കൻ, ഇതാണ് നിർത്തിപ്പൊരിക്കാന്ന് പറയുന്നത്. ഫൈനലി ഞങ്ങൾ ഫ്ലാറ്റ് എത്തി. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ ഡേ 1 ഇൻ മലേഷ്യ. ഞാൻ ഡേ 2 ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, ബൈ ഗൈസ്.